കിച്ചൻ്റെ അവസ്ഥ. ഒരു ഓഫ് ഡേ കഴിഞ്ഞിട്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ പോയപ്പോൾ ഇതാണ്. ഞാൻ റൂമിൽ പോയി റൈസ് കുക്കറിനകത്ത് വെള്ളമെല്ലാം ഇട്ട് ക്യാബേജിൻ്റെ കോസ്ലോ ഉണ്ട്, ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടി ഉള്ള മിക്സ്. അപ്പം അതും ഈ വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ കൂടെ മഷ്റൂമും ഇടുന്നുണ്ട്. ഈ മഷ്റൂം ഞാൻ ചൈന സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഇതും മുറിച്ചിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇതെല്ലാം ഒന്ന് കടിക്കുമ്പം നൂഡിൽസിൻ്റെ കൂടെ. ഈ നൂഡിൽസ് എനിക്ക് നല്ല ഇഷ്ടമുള്ള നൂഡിൽസ്, പക്ഷേ ഭയങ്കര എരിവാണ്, 2x എരിവാണ് യൂഷ്വൽ നൂഡിൽസിനെക്കാട്ടിലും. അപ്പോൾ അതിൻ്റെ ഗ്രേവി ഞാൻ ഹാഫ് എടുത്ത് ഇത് സീസണിങ് എന്ന് പറയുമ്പോഴത്തേല സെസമി സീഡും സീവീഡും പിന്നെ ഇതിൻ്റെ ഗ്രേവിയും ഹാഫ് നൂഡിൽസും എടുത്തു. ഇതിൻ്റെ അത് ഞാൻ സീവീഡ് ഇടുന്നുണ്ട്. സീവീഡ് എന്നാണ് പറഞ്ഞത്. എനിക്കിപ്പം ചൈന സ്റ്റോറിൽ പോയിട്ട് ഞാൻ ഒരു കൊച്ചിൻ്റെ ഇടയ്ക്ക് ചോദിച്ചത് എന്താണെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു നൂഡിൽസിനകത്തൊക്കെ ഇടാമെന്ന്. ഒത്തിരി ഒന്നും ഇടുന്നില്ല, കാരണം ഒരു മീമണമൊക്കെ ചിലപ്പം വരും. അപ്പം കട്ട് ചെയ്ത് അത് ഞാൻ ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിലാണ് ഇട്ടത്. അപ്പം അത് കട്ട് ചെയ്ത് ചെറുതായിട്ടിടും. ഇത് സോക്ഡ് ആകുമ്പോഴേ ഗ്രീനി ടെക്സ്ചറാണ്. അത് കഴിഞ്ഞിട്ട് ഈ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് പോലത്തെ മറ്റേ കാഷ്യൂനട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് പപ്പായ, ഹാഫ് യോഗട്ട്, എൻ്റെ സ്റ്റാർബക്സിലെ